മന്ത്രിയുടെ ഓഫീസ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ MTയുടെ മകൾ അശ്വതിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വയനാട് പുനരധിവാസത്തിൽ പുറത്തുവിട്ട ലിസ്റ്റ് അന്തിമമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പരാതി നൽകാൻ 15 ദിവസത്തെ സമയമുണ്ടെന്നും മുഴുവൻ പരാതിയും പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആരുടെയെങ്കിലും പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. അർഹത മാത്രമാണ് അതിനുള്ള മാനദണ്ഡമെന്നും മന്ത്രി പറഞ്ഞു. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്, DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. അവസാനത്തെ ലിസ്റ്റ് വരുമ്പോൾ കരടെന്ന പേര് മാറി തെളിമയോടെ ലിസ്റ്റ് വരും. അതാണ് ഫൈനൽ ലിസ്റ്റ്. ഫൈനൽ ലിസ്റ്റ് വരെ അനാവശ്യ വിവാദങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ഭീതിയിലേക്ക് കയറ്റേണ്ട കാര്യമില്ല. പൂർണ്ണമായി വീട് തകർന്ന 10, 11, 12 വാർഡുകളിലെ ആളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും. ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കും. അതിലൊരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ആദ്യഘട്ട പുനരധിവാസ പട്ടികയിൽ പരാതിയുള്ളവർക്ക് 15 ദിവസത്തിനകം അക്കാര്യം അറിയിക്കാം. സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കരട് പട്ടിക അംഗീകരിക്കില്ലെന്ന് ദുരിതബാധിതർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം. പട്ടികയിൽ ഇനിയും നിരവധി പേർ ഉൾപ്പെടാനുണ്ടെന്നും കർമ്മസമിതി ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞിരുന്നു. 10, 11, 12 വാർഡുകളിലെ നിരവധി കുടുംബങ്ങൾ